നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളെ പുരട്ടാസി മാസത്തിലെ അവസാന ദിവസം, അതായത് കന്നിമാസത്തിലെ അവസാനത്തെ ദിവസമാണ്. ഈ ഒരു മാസം മുഴുവൻ നമ്മൾ ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടും ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടും മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടും നമ്മുടെ ഈ ഒരു മാസം മുഴുവൻ കടന്നു പോയിരിക്കുകയാണ്. ഇനി ഈ മാസത്തിൻ്റെ അവസാന ദിവസമായ നാളെ ഏകാദശി തിഥി കൂടിയാണ്. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഏതൊരു കാര്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയാണെങ്കിലും നാളെ രാവിലെ മുതൽ നമ്മൾ ചൊല്ലേണ്ട ഒരു തിരുനാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. നമ്മൾ എത്ര കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും എത്ര വേദനകൾ അനുഭവിക്കുന്നവരാണെങ്കിലും എത്ര ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ നാളെ വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത്, ഞാൻ ഇതിൽ പറയുന്നത് പ്രത്യേകിച്ചൊരു സമയത്ത് നിങ്ങൾ ഈ മന്ത്രം ജപിക്കൂ എന്നൊന്നും പറയുന്നില്ല. തിരുനാമം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു മറുപേരു തന്നെയാണ്. അതുകൊണ്ട് നാളെ രാവിലെ ഉണർന്നത് മുതൽ രാത്രിയിൽ ഉറങ്ങുന്നത് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചുരുങ്ങിയത് 7 പ്രാവശ്യം, അല്ല നിങ്ങൾ ധ്യാന രീതിയിൽ ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ 108 പ്രാവശ്യം ഈ മന്ത്രം ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ചൊല്ലാവുന്നതാണ്. ഇനി അഥവാ നമുക്ക് സമയം കിട്ടിയില്ല, പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടെ നാരായണ എന്ന് വിളിക്കുന്നതിനോടൊപ്പം ഈ മന്ത്രവും ചൊല്ലിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും ഉത്തമം തന്നെയാണ്. സാധിക്കുന്നവരെല്ലാം തന്നെ നാളെ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രമാണ്. ഏകാദശിയും കന്നിമാസത്തിലെ അവസാനത്തെ ദിവസവും മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. മഹാലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായി, മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. നമ്മൾ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, കടങ്ങൾ കൊണ്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കുകയാണ്, വളരെയധികം മനോവിഷമമുണ്ട്, എന്തു ചെയ്യണമെന്നറിയില്ല, എന്തെല്ലാമോ പ്രശ്നങ്ങളിൽ പെട്ട് മനസ്സ് ആകെ ഒരു വേദനകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും നാളെ ഈ ഒരു തിരുനാമം ചൊല്ലി ഭഗവാന്റെ തിരുപാദങ്ങളിലേക്ക് നമ്മുടെ വേദനകളെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിച്ചു വന്നാൽ തീർത്താൽ തീരാത്ത കഷ്ടങ്ങളും തീർത്തു തരും വെങ്കിടേശൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കഥകൾ കേട്ട എല്ലാവർക്കും തന്നെ അറിയുവാൻ സാധിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാത്രം മാറ്റിയെടുക്കുവാനല്ല നമ്മൾ വെങ്കിടാചലപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ നമ്മുടെ എല്ലാ വിധത്തിലുള്ള കഷ്ടപ്പാടുകളെയും മാറ്റിയെടുക്കുവാനായിട്ട് വെങ്കിടാചലപതി ഭഗവാന്റെ തിരുനാമങ്ങൾ ചൊല്ലാം, മന്ത്രങ്ങൾ ചൊല്ലാം, ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കഴിഞ്ഞ കുറേ വീഡിയോകളായിട്ട് ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നാളെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരുണ്ടെങ്കിലും, ഇനി പുരട്ടാസി വ്രതം അനുഷ്ഠിച്ചു വരുന്നവരാണെങ്കിലും അല്ലാത്തവരുണ്ടെങ്കിലും, ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല, വീടുകളിൽ ദീപം തെളിയിക്കുവാൻ സാധിച്ചില്ല, പീരിയഡ്സ് ആണ്, ഞങ്ങൾക്ക് പുലവാലായ്മയാണ് എന്നെല്ലാം പറയുന്നവരാണെങ്കിലും നമ്മൾ ഭഗവാന്റെ തിരുനാമം ചൊല്ലുവാനായിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും തന്നെ ഉണ്ടാവില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും ഒരു സങ്കടം വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ പേരായിരിക്കും നമ്മൾ വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമ്മൾ മനഃശുദ്ധിയോടുകൂടിയാണ് വിളിക്കുന്നത്. ശരീരശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ മനസ്സിലെ വേദന വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാനെ നമ്മൾ വിളിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് പീരിയഡ്സ് ആണ് എന്നോ പുലവാലായ്മയുണ്ട് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്ന ഈ തിരുനാമം എന്ന് പറയുന്നതും. പക്ഷേ ഇതേ തിരുനാമം നിങ്ങൾ ക്ഷേത്ര ദർശനത്തിന് ചെന്നിരുന്ന് അവിടെ പോയി പറയുകയാണെങ്കിലും അല്ലെങ്കിൽ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുകയാണെങ്കിലും മനസ്സും ശരീരവും ശുദ്ധമായിരിക്കേണ്ടത് നിർബന്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്, ആർക്കു വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും നാളെ ഈ ഒരു മന്ത്രം ചൊല്ലാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം, അതായത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം തീർന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഒരു മന്ത്രം 21 പ്രാവശ്യം എഴുതി വെച്ചാലും മതിയാകുന്നതാണ്. നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹം കരുതിക്കൊണ്ട് ഈ ആഗ്രഹം നിറവേറി കിട്ടണമെന്ന് ഭഗവാനെ മനഃപൂർവ്വമായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും അതുപോലെ മാനിഫെസ്റ്റേഷനും എല്ലാം എഴുതുന്ന ഒരു നോട്ട് പുസ്തകം എടുത്ത് കറുപ്പ് നിറത്തിലുള്ള മഷിയുള്ള പേന ഒഴിച്ച് ഏത് നിറത്തിലുള്ള മഷിയുള്ള പേന വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കാം.
അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ തിരുനാമം 21 പ്രാവശ്യം വിശ്വാസത്തോടു കൂടി എഴുതി വയ്ക്കുക. തീർച്ചയായും നമ്മൾ ഏതൊരു കാര്യമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ കാര്യം ഉടൻ തന്നെ നമുക്ക് നിറവേറി കിട്ടുന്നതായിരിക്കും. എത്ര ദിവസം കാത്തിരിക്കണമെന്നോ എത്ര മാസങ്ങൾ കാത്തിരിക്കണമോ എന്നൊന്നും നിർബന്ധമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഉടൻ തന്നെ നിറവേറി കിട്ടും. ചില വലിയ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കുമെങ്കിലും നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളെ തേടി വരിക തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞ മന്ത്രം ഏതാണ് എന്നു കാണാം. ഓം ശ്രീ രാമകൃഷ്ണായ നമ. ഓം ശ്രീ രാമകൃഷ്ണായ നമ എന്നുള്ള ഈ മന്ത്രമാണ് നാളെ നമ്മൾ സമയം കിട്ടുമ്പോൾ ചൊല്ലുകയോ ഇനി എഴുതുന്നവരാണെങ്കിൽ 21 പ്രാവശ്യം എഴുതുകയോ ക്ഷേത്രത്തിൽ പോയി ഇരുന്ന് പറയുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ മന്ത്രം ജപിക്കുന്നവരാണെങ്കിൽ 108 പ്രാവശ്യം ജപിക്കുകയോ ചെയ്യേണ്ടത്. ശ്രീ രാമകൃഷ്ണായ നമ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മയാണെങ്കിലും പറയാം. ഓം എന്നത് ചേർക്കാൻ താല്പര്യമില്ല, ഓം എന്നത് ചേർക്കുന്നത് തെറ്റാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ കരുതുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയാം. ഇനി അഥവാ അതൊന്നും സാരമില്ല, കുഴപ്പമില്ല, ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ പറയുകയാണെങ്കിൽ ഓം ശ്രീ രാമകൃഷ്ണായ നമ എന്നുള്ള ഈ മന്ത്രം സമയം കിട്ടുമ്പോഴെല്ലാം നമുക്ക് ചൊല്ലാവുന്നതാണ്. ഈ ഒരു വർഷം പുരട്ടാസി മാസത്തിലെ വ്രതം നമ്മൾ ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയുമാണ് എടുത്തിരിക്കുന്നത് അല്ലേ. ഭഗവാന്റെ കഥകളെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ഓരോ വീഡിയോകൾ ഭഗവാന്റെ കഥകളെക്കുറിച്ച് പറയുമ്പോഴും അതിന് താഴെ വരുന്ന കമൻസ് എല്ലാം വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. എത്രയോ പേർ ഭഗവാനെക്കുറിച്ച് അറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എത്രയോ പേർ ഭഗവാന്റെ തിരുക്കഥകൾ കേൾക്കുവാൻ അത്രയും സന്തോഷത്തോടു കൂടി ഓടി നമ്മുടെ ചാനൽ കാണാൻ വരുന്നുണ്ട് എന്നെല്ലാം അറിയുമ്പോൾ അത്ര അധികം എനിക്ക് സന്തോഷമുണ്ട്. അതേ സന്തോഷത്തോടു കൂടി ഇനി ഒരു വർഷം നമ്മൾ കാത്തിരിക്കേണ്ടേ പുരട്ടാസി മാസത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴല്ലേ നമ്മൾ ഭഗവാന്റെ കഥകൾ പറയുള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ നിർത്തുന്നില്ല. ഭഗവാന്റെ കഥകൾ നമുക്ക് പൂർണ്ണമായിട്ടില്ല. ഞാൻ ഇനിയും ഈ ഒരാഴ്ച കൊണ്ട് മുഴുവനായും സാധിക്കുമെങ്കിൽ ഓരോ തിരക്കുകൾ പെട്ടതുകൊണ്ടാണ് നമുക്ക് ആ വീഡിയോകൾ പറയാൻ സാധിക്കാത്തത്. ഞാൻ ഉടൻ തന്നെ ആ വീഡിയോകൾ പറയുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ സ്കന്ദഷഷ്ഠി മഹാവ്രതം വരികയാണല്ലേ. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഉടൻ തന്നെ വരും. എപ്പോൾ വ്രതമെടുക്കണം, എങ്ങനെ തുടങ്ങണം, എന്താണ് അതിൻ്റെ ശരിയായ രീതികൾ എന്നെല്ലാം ഞാൻ ആ വീഡിയോകളിലൂടെ വ്യക്തമായി പറയും. കഴിഞ്ഞ വർഷം നമ്മൾ മഹാസ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേർ കാത്തിരുന്നു. കാരണം എന്തെന്നാൽ തിരുപ്പുകഴുകളെക്കുറിച്ചും വേൽമാറലുകളെക്കുറിച്ചും സ്കന്ദഗുരു കവചത്തെക്കുറിച്ചും എല്ലാം ഞാൻ ആ വീഡിയോകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. 7 ദിവസവും ചൊല്ലേണ്ട തിരുപ്പുകഴുകൾ എഴുതി വെച്ച് നിങ്ങൾ ചൊല്ലിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒരുപാട് പേർ നമുക്ക് കമൻസ് ചെയ്തിരുന്നു, വാട്സാപ്പ് ചെയ്തിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഭഗവാന്റെ അനുഗ്രഹം എന്നല്ലാതെ എനിക്ക് വേറൊന്നും ഇവിടെ പറയാനില്ല. അതുപോലുള്ള ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഞാനും മഹാസ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ചും ഉടൻ തന്നെ ഒരു വീഡിയോ വരും. നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും കഥകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സുകളിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിനുള്ളൊരു മറുപടി നിങ്ങൾക്കൊരു വീഡിയോ മുഖാന്തരം തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിനി ഈ പുരട്ടാസി മാസത്തിലെ ഭഗവാന്റെ തിരുനാമങ്ങളെക്കുറിച്ചോ മന്ത്രങ്ങളെക്കുറിച്ചോ തിരുപ്പതി ദർശനത്തെക്കുറിച്ചുള്ള സംശയങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചോദിക്കുക. ഞാൻ അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ നാളെ മറക്കാതെ ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ച് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. നാളെ ഈ മന്ത്രം ചൊല്ലുക. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ ഉടൻ നിറവേറ്റി തരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഭഗവാന്റെ തിരുനാമങ്ങൾ, മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമ.